ഹലോ, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ നമുക്ക്. ഇനി അതിലേക്കായിട്ട് പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതുപോലെ ഇട്ട് കൊടുത്തു. ഇനി അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പുപൊടി, കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പുപൊടി, പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയും കൂടി നല്ലപോലെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് തിരുമ്പണം കേട്ടോ. അപ്പോൾ ഉപ്പുപൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ കൂട്ടി തിരുമ്മണം. എന്നിട്ട് തിരുമ്മിയിട്ട് ഒരു 10-15 മിനിറ്റ് ഇത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ചു. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുക്കർ എടുത്തു, അതിലേക്ക് ഇറച്ചി ഇട്ടു. അത് വേവാനുള്ള അല്പം വെള്ളം കൂടി ചേർത്തു. ഒരു 8 വിസിൽ വന്നപ്പോൾ ഇറക്കി. അപ്പോൾ നല്ലപോലെ ഇറച്ചിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മൂപ്പിച്ചിടണം അതിലേക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് അപ്പോൾ ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതിൽ കൂടുതൽ വേവിക്കാനായി ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മൂപ്പിക്കാനായിട്ട് ഒരു കഷ്ണം വെളുത്തുള്ളിയും, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് വെല്ലം ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ലേശം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമുക്കിതിലേക്ക് കൊച്ചുള്ളിയും സബോളയും കൂടി മിക്സായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നല്ലപോലെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നല്ലപോലെ വാടി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതും കൂടി നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു അല്പം മുളക് പൊടി, അല്പം ഗരം മസാലപ്പൊടിയും, അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ചിട്ടാൽ മതി. നമ്മൾ ഇറച്ചി വേവിക്കാനായിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഇളക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് അരപ്പൊക്കെ ഒന്ന് സെറ്റായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു. അപ്പോൾ നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് ഇന്ന് ബീഫ് കറിക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരി അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മൾ അല്പം പഴംപൊരിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. നമുക്ക് പഴം മാവിൽ മുക്കി അതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരിയും ബീഫ് കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഇന്നത്തെ ഞായറാഴ്ച സ്പെഷ്യലാണ് കേട്ടോ അത്. പഴംപൊരിയും ബീഫും കൂടി ഒരു കഷ്ണം പൊട്ടിച്ച് അങ്ങോട്ട് കഴിച്ചു.